കർത്താവിനാൽ അനുഗ്രഹീതമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയ്ക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവത്തെ വീണ്ടും ആരാധിപ്പാനും സ്തുതിപ്പാനും സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു അവസരം കൂടെ ദാനമായി നൽകിയ കർത്താവിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധനകളും കുടുംബ പ്രാർത്ഥനകളും ഒക്കെ ദൈവം നൽകി നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലഭ്യമായ പ്രാർത്ഥനകളിൽ അവസരം പോലെ കടന്നു വരുവാനും അതിൽ സംബന്ധിപ്പാനും മനസ്സ് കാണിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥന നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമായിരുന്നു, നമ്മുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമായിരുന്നു. നമ്മുടെ പ്രിയ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്ന പലർക്കും ഈ ദിവസങ്ങളിലും നമ്മോടൊരുമിച്ചായിരിക്കാൻ, ഇന്ന് പകൽക്കാലവും നമ്മോടൊരുമിച്ചായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണയാലും കൃപയാലും ഇത്രത്തോളം ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം നമുക്ക് സാവകാശങ്ങൾ നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവമക്കളുടെ നിസ്വാർത്ഥമായ പ്രാർത്ഥന കർത്താവിന്റെ വേലയ്ക്ക് സഹായമായിരുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളുള്ള പ്രത്യേക നന്ദി അറിയിക്കുമ്പോൾ തുടർന്നും പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാം സഹായിക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മുടെ ശബ്ദ വേഗത്തിൽ നമുക്ക് കൊണ്ടുവരാം. 68-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ ഭാഗം 20 മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് വായിപ്പാനിടയായിത്തീരുന്നത്. വളരെ ആശ്വാസം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ആ വാക്കുകളെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. വായിച്ചു തുടങ്ങിയ ആ പദപ്രയോഗം തന്നെ, ആ വാക്യം തന്നെ വളരെ ആശ്വാസം നൽകുന്നതാണ്. ഹല്ലേലൂയ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കിനെ കുറിച്ച് ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാ. ദൈവത്തിന് സ്തോത്രം. നമ്മെ ആശ്വസിപ്പിക്കുന്ന നല്ല വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദൈവവചനവുമായി ദൈവസന്നിധിയിലായിരുന്ന വേളയിൽ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം സംസാരിക്കുവാൻ ദൈവം എന്നെ പക്കലേൽപ്പിച്ചതായ ഒരു ദൈവശബ്ദത്തിനായി ഒരു വേദഭാഗം ഈ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 68-ാം സങ്കീർത്തനത്തിന്റെ 30-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. മതി. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ വായിച്ച വാക്യത്തിന്റെ ആരംഭ ഭാഗം മാത്രം ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാങ്ങണകളുടെ ഇടയിലുള്ള ദുഷ്ട ജന്തുവിനെ നീ ശാസിക്കണമേ. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ വാക്യം വായിച്ചപ്പോൾ ആ വാക്യത്തിൽ നിന്ന് എന്താ ഒരു ആശ്വാസം കിട്ടുന്നത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ചില ആഴ്ചകളായി ദൈവസന്നിധിയിലായിരുന്ന വേളകളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി എന്നുള്ള നിലയിൽ ഈ വാക്യത്തിലൂടെ ദൈവം എന്നോട് സംസാരിപ്പാൻ ഇടയായി. അതോർത്തത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഞാങ്ങണകളുടെ ഇടയിലുള്ള ദുഷ്ട ജന്തുവിനെ കർത്താവെ നീ ശാസിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഞാങ്ങണ എന്താണെന്ന് നമുക്കറിയാം. അതിന്റെ ഇടയിലുള്ള ദുഷ്ടജന്തു ഏതാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. എന്താ ഞാങ്ങണ? 4 തരത്തിലുള്ള ഞാങ്ങണ വേദപുസ്തകം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്രത്തിലൂടെ വിവിധ അറിവുകളിലൂടെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 4 തരത്തിലുള്ള ഞാങ്ങണകളാണുള്ളത്. ഒന്ന്, വെള്ളങ്ങളുടെ സമീപത്ത് വസിക്കുന്ന അല്ലെങ്കിൽ വളരുന്നതായ താരതമ്യേന വളരെ വണ്ണം കുറഞ്ഞ ഞാങ്ങണ. അതിനൊരു പ്രത്യേകതയുണ്ട്. അത് കൂട്ടത്തോടെ വളരുകയാണ്. അപ്പോൾ തന്നെ കാറ്റടിക്കുമ്പോൾ കാറ്റിന്റെ ആ ഗതിക്കനുസരിച്ച് വളയുകയും തിരികെയും നിവരാനും ഒക്കെയുള്ള ഒരു കഴിവുള്ള ഒരു അനുഭവമാണ് ഈ ഞാങ്ങണയ്ക്ക്. ഒന്നാമത്തേതിന്. രണ്ടാമത്തെ ഞാങ്ങണ എന്ന് പറയുന്നത് നമ്മുടെ തള്ളവിരലിന്റെ വലിപ്പമുള്ള ഏകദേശം 8 മുതൽ 10 അടി ഹൈറ്റ് വരെ വളരുന്ന ഞാങ്ങണ. ഏറെക്കുറെ നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ ഈറയ്ക്കൊക്കെ സമാനമായി അങ്ങനെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കുന്ന തരത്തിലുള്ള ഒരു രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എഴുതുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന, പഴയ കാലങ്ങളിൽ
എഴുതുവാനായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഞാങ്ങണ. അത് പ്രത്യേകമായ രീതിയിൽ രൂപപ്പെടുത്തി അതിനകത്ത് മഷിയോ അതുപോലുള്ളതായ കാര്യങ്ങളോ ക്രമീകരിച്ച് എഴുതുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു വിഭാഗം. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എഴുതുവാനായിട്ട് പണ്ട് കാലങ്ങളിൽ മനുഷ്യൻ ഉപയോഗിച്ചിരിക്കുന്ന പാപ്പിറസ് ചെടി എന്ന് പറയുന്ന അതിൻ്റെ എഴുത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ആ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി പേപ്പറിന്റെ രൂപത്തിൽ അത് ക്രമീകരിച്ചെടുക്കാൻ വേണ്ടിയുള്ള നാലാമത്തെ ഒരനുഭവം. ദൈവത്തിന് സ്തോത്രം. ഈ ഞാങ്ങണ വേറെ പുസ്തകം നാം പഠിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ നമുക്ക് അതിൽ നിന്ന് പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ ഞാങ്ങണെ പരിചയപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ഭാഗം ഓട എന്നുള്ള പദമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ ഒരു വിശ്വാസിയോട് താരതമ്യപ്പെടുത്തി ദൈവകൃപയ്ക്ക് വേണ്ടി യാചിക്കുന്ന, ദൈവകൃപ ഇല്ലെങ്കിൽ ജീവിക്കുവാൻ കഴിയാത്ത ഒരു വിശ്വാസിക്ക് തുല്യമായി ആ ഒരു പദം നമുക്ക് കാണുവാൻ കഴിയുന്നു. എടുത്തവരാണെങ്കിലും വായിച്ചാട്ട് യെശയ്യാ പ്രവചനം 42-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്ന ചതഞ്ഞ ഓട എന്ന് പറയുന്നത് അല്ലെ അതിന്റെ ഈ ഞാങ്ങണയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഹല്ലേലൂയ ഓടയാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു 4 വിഭാഗങ്ങളുണ്ട്. അതിലൊരു വിഭാഗത്തിൽപ്പെട്ട ഓടയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചതഞ്ഞ ഓട അതൊന്നിനും കൊള്ളത്തില്ല. അത് ചതയാതിരുന്നാൽ, അത് നല്ല നിലയിലായിരുന്നാൽ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. എന്നാൽ ചതഞ്ഞ ഓടയെ പോലും അത് ഒടിച്ചു കളയാത്ത, അതിനെ നഷ്ടപ്പെടുത്തി കളയാത്ത, അതിനെ യാതൊരു നിലയിലും ഒഴിവാക്കാൻ താല്പര്യപ്പെടാത്തതായ ഒരു കർത്താവിനെ കുറിച്ചാണ് നമുക്കവിടെ കാണുവാനായി കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ചിന്താധാരയിലേക്ക് ഞാൻ വേഗത്തിൽ പ്രവേശിക്കട്ടെ. നമ്മൾ വായിച്ച വാക്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞു, ഞാങ്ങണകളുടെ ഇടയിലുള്ള ദുഷ്ടജന്തു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാങ്ങണ വളരുന്നത് ചതുപ്പു നിലത്താണ്. വെള്ളമുള്ളതായ, വെള്ളം ഏറ്റവും കൂടുതൽ ലഭ്യമായ പ്രദേശങ്ങളിൽ വളരുന്നതായ ഒരു ചെടിയാണ്, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആണ് ഈ ഞാങ്ങണ എന്ന് പറയുന്നത്. അതിന് ഓട എന്ന മറ്റൊരു പദം കൂടെ ഉണ്ടെന്ന് ഞാൻ ഓർപ്പിക്കുവാനിടയായല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ വളരുന്നതായ, ഈ ചതുപ്പു നിലത്ത് വളരുന്നതായ ഈ ഞാങ്ങണകളുടെ ഇടയിൽ എന്തോ ഉണ്ട്? ദുഷ്ടജന്തുവുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെന്താ ഈ ഞാങ്ങണകളുടെ ഇടയിൽ കിടക്കുന്നത്? അത് നല്ല ചതിപ്പുള്ള ഒരു സ്ഥലമാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് ചതിപ്പുള്ളതായ സ്ഥലത്ത് കിടക്കുന്നത് കൊണ്ട് അതിനെപ്പോഴും ഒരു തണുപ്പുണ്ട്. മാത്രമല്ല ആ ചതുപ്പേറിയ അനുഭവത്തില് അതിങ്ങനെ താഴ്ന്നു കിടക്കുന്നത് കൊണ്ട് അതിനാരെയും കാണാനായിട്ട് കഴിയുമെങ്കിലും അതിനെ ആരും എന്ത് ചെയ്യത്തില്ല, കാണുകയില്ല. എന്തിനാ ഇന്നിവിടെ ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി, മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അതിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഏതെങ്കിലും മനുഷ്യനെയോ ഏതെങ്കിലും മൃഗത്തെയോ വേട്ടയാടി പിടിച്ച് അതിനെ ക്ഷണം നശിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടിയാണ് ഇതിങ്ങനെ ഞാങ്ങണയുടെ ഇടയിൽ പതുങ്ങിക്കിടക്കുന്നത്. ഇനി ഞാങ്ങണ ഇടയിലെ ഈ ദുഷ്ടജന്തു ഏതാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് ദൈവമക്കൾ ശ്രദ്ധ കൊണ്ടുവന്നാട്ട് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വേദഭാഗം ഒന്ന് വായിക്കാം. അതിന്റെ 20-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. 40-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ നീർമരുവിന്റെ ചുവട്ടിലും ഞാങ്ങണയുടെ മറവിലും ചതുപ്പു നിലത്തും കിടക്കുന്നു. ശ്രദ്ധിക്കണമേ, അവിടെ ഒരു ജന്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുക, അതേതാണെന്ന് അതിന്റെ പേരൊക്കെ ഞാൻ വെളിപ്പെടുത്താം. അതിനെക്കുറിച്ച് അവിടെ പറയുകയാണ്, അത് ആയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് നീർമരുവിന്റെ ചുവട്ടിലും ഞാങ്ങണയുടെ മറവിലും ചതുപ്പു നിലത്തും കിടക്കുന്നു. ഇനി അതിന്റെ 19-ാമത്തെ അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചേ. അപ്പൊ വായിച്ചു കേട്ടല്ലോ, 2 നിലയിലുള്ള ഭാഷാന്തരമാണുള്ളത്.
നമ്മൾ വായിച്ചു കേട്ട ഭാഗത്ത് നീർക്കുതിര എന്നാണ്. എന്നാൽ ചില പുസ്തകങ്ങളിൽ വായിക്കുന്നത് നദീഹയം എന്നാണ്. നദീഹയം അതിന്റെ മറ്റൊരു പേരാണ് നീർക്കുതിര, കടൽക്കുതിര എന്നൊക്കെ പറയും. ഞാൻ അതിനെക്കുറിച്ച് അല്പകാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞത്, ഈ നദീഹയം എന്ന് പറയുന്നതിനെ ഇന്ന് എങ്ങും കാണാൻ കഴിയുന്നില്ല. എന്നാൽ ചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ അവർ പറയുന്നത് ഹിപ്പോപ്പൊട്ടാമസിനെ പോലെയോ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന റിനോസറസിനെ പോലെയോ എലിഫന്റിനെ പോലെയോ ഒക്കെയുള്ള വലിയ വലിപ്പമുള്ള, വലിയ കാലുള്ള, വലിയ നീണ്ട തുമ്പിക്കൈയുള്ള ഒരു അസാധാരണ മൃഗം. അപ്പോൾ നാം ശ്രദ്ധിക്കും, ഈ സാധനം ഈ ചതുപ്പിനകത്ത് ഈ ഞാങ്ങണയുടെ ഇടയിൽ ഇങ്ങനെ പതുങ്ങിക്കിടക്കുക. വീണ്ടും എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇത് ഒരു നല്ല ശബ്ദം ഒച്ച എടുത്താൽ ഹല്ലേലൂയ അതിന്റെ ഏറിയായിലുള്ള സകല മൃഗങ്ങളെയും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ശബ്ദമാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ഇതിന് ബെഹിമോത്ത് എന്നുള്ളതായ ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. അത് മറ്റുള്ളതായ ഭാഷാന്തരങ്ങളിലോ അല്ലെങ്കിൽ നമുക്കറിവ് പ്രദാനം ചെയ്യുന്ന ഏതെങ്കിലും ഗവേഷണപരമായിട്ടുള്ള പുസ്തകങ്ങളിൽ പഠിച്ചാൽ ഈ നദീഹയം എന്നുള്ളതിന് അത് സാത്താനും നിഴലായിട്ടുള്ള ഒരു പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റുള്ള ഏതെങ്കിലും ആധുനിക സംവിധാനങ്ങളിൽ സെർച്ച് ചെയ്ത് നോക്കുവാൻ താല്പര്യമുള്ളവർ നോക്കിയാൽ ബെഹിമോത്ത് എന്ന് അടിച്ചു കഴിഞ്ഞ് അത് സെർച്ച് ചെയ്താൽ അവിടെ അതിന് സാത്താൻ എന്ന ഒരു പേരൂടെ അവന് കൊടുത്തിട്ടുണ്ട്. നദീഹയം അല്ലെങ്കിൽ സാത്താൻ, സാത്താന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് അതിനെ അവിടെ കാണാൻ കഴിയുന്നത്. ദൈവമക്കളെ, ഈ നദീഹയം സാത്താന്റെ പ്രതീകമായിരിക്കുന്ന മനുഷ്യനെ നശിപ്പിക്കാൻ തക്കവണ്ണമുള്ള കരുത്തുള്ള ഈ സാധനം ഞാങ്ങണയുടെ ഇടയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത് പതുങ്ങിക്കിടക്കുകയാണ്. അതിന്റെ ശക്തിയെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ച 40-ാമത്തെ അധ്യായം ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിച്ചാൽ അവിടെ നമുക്ക് ശ്രദ്ധിക്കുവാനായി കഴിയുന്നു. ഇതിനെയും ദൈവമാണ് ഉണ്ടാക്കിയത്. സമുദ്രത്തിൽ ചരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ടതായ അല്ലെ ജന്തുക്കളെ കുറിച്ചാണ് നമ്മൾ വേദപുസ്തകം പഠിക്കുന്നത്. ഒന്ന് നദീഹയം, മറ്റൊന്നാണ് ലിവിയാദാൻ. വക്രസർപ്പമായ ലിവിയാദാൻ, വിദ്രുത സർപ്പമായ ലിവിയാദാൻ എന്നുള്ളതായ പദപ്രയോഗങ്ങളോടുകൂടെ ഈ രണ്ടെണ്ണത്തെയും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ രണ്ട് ജലത്തിൽ ജീവിക്കുന്ന ഈ രണ്ട് ജന്തുക്കളും മറ്റുള്ളതായ ജീവജാലങ്ങൾക്ക്, മറ്റുള്ളതായ മൃഗങ്ങൾക്ക്, മറ്റുള്ള ജലജന്തുവിനൊക്കെ ഒത്തിരി ദോഷം ചെയ്യുന്നതാണ്. എന്നാൽ ലിവിയാദാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് സമുദ്രത്തിലുള്ള മത്സ്യത്തെ അല്ലെങ്കിൽ സമുദ്രത്തിലുള്ള ജലജീവികളെ മാത്രമേ അത് ഭക്ഷണമാക്കുകയുള്ളൂ, അത് അതിനെ മാത്രമേ ആഹാരമാക്കുകയുള്ളൂ. പക്ഷേ ഈ നദീഹയം എന്ന് പറയുന്ന ഇതിന്റെ പ്രത്യേകത, ഇത് ജലത്തിൽ ജീവിക്കുന്നതിനെയും തിന്നും കരയിലുള്ളതിനെയും തിന്നും. അതിനെ രണ്ടിനെ ഒരുപോലെ ഭക്ഷണമാക്കുന്ന ഒരു ജീവിയാണ് ഈ നദീഹയം എന്നുള്ളതായ പേരിൽ ഹല്ലേലൂയ മനസ്സിലാക്കുന്ന ഈ ജീവിയുടെ പ്രത്യേകത. അപ്പോൾ ഇതിങ്ങനെ ഞാങ്ങണകളുടെ ഇടയിൽ ഇതിങ്ങനെ കിടക്കുക. ദൈവത്തിന് സ്തോത്രം. ഇനിയും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പഴയ നിയമത്തിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മറ്റൊരു സംഭവമുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകത്തിന്റെ ആരംഭ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ അവിടെ നമുക്ക് മോശയോടുള്ള ബന്ധത്തിൽ ഒരു ഭാഗം നമുക്കവിടെ ശ്രദ്ധിക്കുവാനായി കഴിയുന്നു. മോശയെ കുറിച്ച് അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ ഒന്ന് വായിക്കാം. അതിന്റെ 3 മുതലുള്ളതായ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. അപ്പൊ ശ്രദ്ധിക്കണമേ, ഈ പെട്ടകം ഉണ്ടാക്കിയത് ഞാങ്ങണ കൊണ്ട്, ഇത് കൊണ്ടുവച്ചത് ഞാങ്ങണയുടെ ഇടയിൽ. അങ്ങനെയെങ്കിൽ ഞാൻ ഈ വായിച്ച വേദഭാഗം മനസ്സിലിരുത്തിക്കൊണ്ടെന്ന് ചിന്തിച്ചേ, ഈ ഞാങ്ങണയുടെ ഇടയിൽ ഈ പെട്ടകം കൊണ്ടുവെക്കുമ്പോൾ അല്ല മനുഷ്യന്റെ മണമേറ്റാൽ അല്ലെങ്കിൽ മൃഗത്തിന്റെ ആ ഒരു മണം തനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ അതിനെ തന്റെ ഇരയാക്കാനുള്ള കരുത്തും അതിനുള്ള ശേഷിയും പ്രാപ്തിയുമുള്ള, എവിടെയും ഓടിയെത്താൻ, എന്തിനേയും നിമിഷ നേരം കൊണ്ട് തന്റെ വരുതിക്കുള്ളിലാക്കാനുള്ള കരുത്തുള്ള നദീഹയം അവിടെയുണ്ട്. പക്ഷേ ഞാങ്ങണയുടെ ഇടയിലുള്ളതായ ദുഷ്ട
ദുഷ്ടജന്തു ഉള്ളപ്പോഴും ഒരു മോശക്കുഞ്ഞിനെ പരിപാലിച്ച ദൈവത്തിന്റെ കൃപ എത്ര വലിയതാ. ദൈവത്തിന് സ്തോത്രം. തകർക്കുന്ന ശക്തികൾ ഈ ഞാങ്ങളുടെ ഇടയിൽ പതുങ്ങിക്കിടക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മോശക്കുഞ്ഞിനെ തകർക്കുവാൻ ഒരുപക്ഷെ ഒളിച്ചു വെക്കുവാൻ കഴിവില്ലാതെ വന്നപ്പോൾ ആ കുഞ്ഞിന്റെ ആ ശബ്ദം അടക്കി ഒതുക്കി ചില ചിന്തകന്മാർ പറയുന്നത് അതിനെക്കുറിച്ച് മോശയുടെ ആ ജീവിതത്തിൽ അവൻ വിക്കനായി പോയതിനെ കുറിച്ച് ചിലരുടെ അഭിപ്രായം, അവൻ ഉറച്ചു നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ ശബ്ദം പുറത്തു കേട്ടാൽ ഒരു ആൺപൈതലിന്റെ കരച്ചിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആരെങ്കിലും ഒറ്റിക്കൊടുത്താൽ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കൊന്നുകളയും എന്നുള്ള ഒരു രാജകൽപ്പന അന്ന് നിലവിലിരിക്കുന്നത് കൊണ്ട് അത് തങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കാതിരിക്കുവാൻ ഉറക്കക്കരയുന്ന കുഞ്ഞിന്റെ വായി പൊത്തുന്ന ഒരനുഭവം, അങ്ങനെ കരയാൻ കഴിയാതെ ആണ് ഈ കുഞ്ഞ് വിക്കനായി പോയതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. എന്തുമായിക്കൊള്ളട്ടെ, ഒരു കാര്യം സത്യമാണ്, അതൊന്ന് ഉറക്ക കരഞ്ഞാൽ അടുത്തുള്ളവരറിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ളതായൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന കടിച്ചമർത്തുന്ന മറ്റൊരാൾ സന്തോഷിപ്പാൻ കഴിയുകയില്ല. അവരും ആ നിമിഷങ്ങളിൽ രാജകുങ്കിരന്മാർക്ക് അറിവ് കൊടുക്കും, ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഭവനത്തില് ഒരാൺകുഞ്ഞിന്റെ കരച്ചിൽ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഞങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ വധിച്ചെങ്കിൽ അതിനെയും ജീവിപ്പാനായിട്ട് സമ്മതിക്കരുതെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അതിന്റെ ചുറ്റുപാടുകളിലുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഒളിച്ചു വെക്കുവാൻ ഭവനത്തിൽ കഴിയാതിരുന്നപ്പോൾ വല്ലവിധേനയും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്താഗതിയോടുകൂടെ ഞാങ്ങട കൊണ്ടൊരു പെട്ടകമുണ്ടാക്കി അതിനകത്തും പുറത്തും കീഴുദേശം അതിനെ കൊണ്ടൊന്ന് വെച്ചത് ഒരു ഞാങ്ങണയുടെ ഇടയിലാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ തിരിച്ചറിയാതെ ഞാങ്ങളുടെ ഇടയിൽ കൊണ്ടുവച്ചപ്പോഴും മനുഷ്യഗന്ധം മൂക്കിൽ വന്നുമ്പോൾ അതിനെ തകർത്തു കളയാനുള്ള കരുത്തുള്ളതായ ഈ ദുഷ്ടജന്തു അവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു കുഞ്ഞായിരിക്കുന്ന ഒരു പൈതലായിരിക്കുന്ന മോശയെ തകർത്തു കളയാൻ ഒരുപക്ഷെ അതിന് നിഷ്കരണം കഴിയുമെന്നാൽ ഇന്ന് പകൽ എന്റെ ദൂത് ഞാൻ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, നിനക്ക് ദോഷം ചെയ്യാൻ പതുങ്ങിക്കിടക്കുന്ന ആ ദുഷ്ടജന്തുവിനെ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ശാസിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ടോ? നീ ആയിരിക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്നതായ പശ്ചാത്തലങ്ങളിൽ ഒരു പക്ഷേ നിന്നേക്കാൾ ശേഷിയുള്ള, നിന്നേക്കാൾ കരുത്തുള്ള, നിന്നേക്കാൾ ആരോഗ്യമുള്ള, ഒരു നിമിഷം കൊണ്ട് നിന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ശേഷിയുള്ള ഹല്ലേലൂയ ആ ശത്രുവിൻ്റെതായ കണ്ണിൽ പെട്ടിട്ടും ദൈവം നിന്നെ പരിപാലിക്കുന്നത് ദൈവത്തിന്റെ കൺസേൺ ആണെന്നുള്ളത്, ദൈവത്തിന്റെ കൃപയാണെന്നുള്ളത്, ദൈവത്തിന്റെ പരിപാലനമാണെന്നുള്ളത്, ദോഷമായിട്ടുള്ളതൊന്നും സംഭവിക്കാൻ എന്റെ ദൈവം സമ്മതിക്കാത്തത് ദൈവത്തിന്റെ നീതിയാണെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ അത് അറിഞ്ഞവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ സഹോദരിയായ മിരിയാം ഈ പെട്ടകം കൊണ്ടെന്ന് അവിടെ വെച്ചു. ആ കുഞ്ഞിനെ എന്ത് ഭവിക്കുമെന്നറിയാൻ ഇങ്ങനെ ഒരു അപകടം പതിയിരിക്കുന്നെന്ന് അവൾക്ക് അറിയത്തില്ല. ഇങ്ങനെ ഒരു ദുഷ്ടജന്തു അതിന്റെ പിന്നിലുണ്ടെന്നുള്ളത് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അവൾ കാത്തിരുന്നത് ഇതാണ്, എന്തെങ്കിലും ആരെങ്കിലും വന്ന് ഈ പെട്ടകം കണ്ട് അല്ലെങ്കിൽ ഈ ഒരു അപൂർവ ഒരു ദൃശ്യം കണ്ടുകൊണ്ട് ആരെങ്കിലും അതിനോട് സമീപിക്കുന്ന കാണാൻ വേണ്ടി അവൾ കാത്തിരുന്നത്. എന്നാൽ അവൾ അറിയാതെ ഹല്ലേലൂയ മോശ അറിയാതെ അതിന്റെ പിന്നിൽ ഒരപകടം ഉണ്ടെന്നുള്ളത് അവർക്ക് മനത്തറിയാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, നീ ആയിരിക്കുന്ന പശ്ചാത്തലങ്ങളിൽ നീ അറിയാതെ ഹല്ലേലൂയ നിന്റെ മനസ്സിൽ പോലും കണക്ക് കൂട്ടാത്തതായ നിലകളിൽ ഹല്ലേലൂയ ചതുപ്പിനകത്ത് പതിഞ്ഞു കിടക്കുന്ന, ചതുപ്പിന്റെ ഉള്ളിൽ ഹല്ലേലൂയ ഒളിഞ്ഞു കിടക്കുന്നതായ ചില ദുഷ്ടജന്തുക്കളുണ്ട്. ഇന്ന് പകൽക്കാലം അത് നിനക്ക് ദോഷം വരുത്താതിരിക്കേണ്ടതിന് ഹല്ലേലൂയ ദാനിയേലിനു വേണ്ടി സിംഹത്തിന്റെ വായടച്ച ദൈവം നിനക്ക് വേണ്ടി ചിലത് കൽപ്പിക്കാൻ, നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു പൈതലാണ് ഈ ഞങ്ങളുടെ ഇടയിൽ കിടക്കുന്നത്. വരും കാലത്ത് ഒരു വലിയ കൂട്ടം ജനത്തിന്റെ ലീഡറായി 21-ലധികം വരുന്നതായ ലക്ഷം കണക്കിന് ആളുകളെ ദൈവത്തിന്റെ ജനത്തെ ആ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച വാഗ്ദത്ത കനാൻ നാട്ടിലേക്കുള്ള പ്രയാണത്തില് അവരെ നയിക്കാൻ വേണ്ടി ദൈവം കണ്ടവനാണ് ഈ ഞാങ്ങണയുടേതായ പെട്ടകത്തിനകത്ത് കിടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം കണ്ടവൻ, ദൈവം തിരഞ്ഞെടുത്തവൻ, ദൈവത്തിന്റെ പദ്ധതി അവന്റെ മേലുണ്ടെങ്കിൽ
ഇന്ന് പകൽക്കാലം ദൈവമൈതലേ എത്ര ദുഷ്ടജന്തു ഹല്ലേലൂയ നിനക്കെതിരായി പതിയിരുന്നാലും ഹല്ലേലൂയ അതിന് നിനക്ക് ദോഷം ചെയ്യാൻ കഴിയുകയില്ല. നിന്നെ പരിപാലിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. നിന്നെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരമാണ്. നിന്റെ ഗമനത്തിലും ആഗമനത്തിലും നീ അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നിന്നെ പരിപാലിക്കുവാൻ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുമെങ്കിൽ നമ്മെ സൂക്ഷിപ്പാൻ ഈ കർത്താവ് മതിയായവനാ. ദൈവത്തിന് സ്തോത്രം. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മിരിയാം ഒരു കാഴ്ച കാണുകയാണ്. ഫറവോന്റെ പുത്രി തോഴിമാരോടുകൂടെ നീരാടാൻ വന്ന സമയത്ത് തോഴിമാർ ആ നദീതീരത്തുകൂടെ നടക്കുന്ന അവസരത്തിൽ ഈ പെട്ടകം യാദൃശ്ചിക അവരുടെ ദൃഷ്ടിയിൽപ്പെടുവാനിടയായി. അതിനെ അവരെടുത്തു. ആ പെട്ടകം അവരെ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് കരയുന്ന ഒരു എബ്രായ പൈതലിനെ കണ്ടു. ഹല്ലേലൂയ. ഇത് എബ്രായരുടെ കുഞ്ഞെന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു എബ്രായരുടെ പൈതലിനെ കണ്ടപ്പോ മനസ്സിലായി. അല്ലെങ്കിൽ ഞാനത് പലപ്പോഴും ദൈവസന്നി പറയാറുണ്ട്. ഒരു ദൈവവൈതലിന്റെ ശബ്ദം കേട്ടാൽ അറിയാം, ഒരു ദൈവവൈതലിനെ കണ്ടാൽ അറിയണം. ദൈവത്തിന് സ്തോത്രം. ഇതാ ഞാൻ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവികമായ വിശുദ്ധിയിലും ദൈവികമായ പ്രമാണത്തിലും മുറുകെ പിടിച്ചു നിന്നാൽ ഹല്ലേലൂയ. ഇതൊരു എബ്രായരുടെ കുഞ്ഞാണെന്നുള്ളത് വേറൊരു ഐഡന്റിറ്റി അവിടെ ഹല്ലേലൂയ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഒരഡ്രസ്സൊന്നും അതിനകത്ത് എഴുതി വെച്ചിട്ടില്ല. അതിനെ കണ്ടപ്പോഴേ മനസ്സിലായി. ഹല്ലേലൂയ. ഒരുപക്ഷെ അതിന്റെ മുഖത്ത് തിളങ്ങേണ്ട തേജസ് കൊണ്ടാണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഹല്ലേലൂയ. എങ്കിലും ഹല്ലേലൂയ ഒരു ദൈവമുള്ളതായ കുടുംബത്തിൽ ഇത് ജനിച്ചതായ കുലമേതാണെന്ന് നമുക്കറിയാം, ഗോത്രമേതാണെന്ന് നമുക്കറിയാം. ഒരു ലേവി ഗോത്രമാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞ പുറപ്പാട് പുസ്തകത്തിന്റെ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം തെരഞ്ഞെടുക്കുന്ന ദൈവത്തിൻ്റെതായ സന്നിധിയിൽ പരിചരിക്കാൻ ദൈവം തെരഞ്ഞെടുത്തതായ ഒരു ഗോത്രമാ ലേവി ഗോത്രമെങ്കിൽ ആ ലേവി ഗോത്രത്തിലെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ജനിച്ചതാണ് ഈ മോശക്കുഞ്ഞ്. അങ്ങനെയെങ്കിൽ അപ്പനും അമ്മയും ദൈവത്തെ സേവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജനിച്ചതായ കുഞ്ഞിനും അതിൻ്റെതായ ഒരു മാധുര്യം, അതിൻ്റെതായ ഒരു അനുഗ്രഹം, അതിൻ്റെതായ ഒരു നന്മ അതിനുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഇത് ഒരു ദൈവവൈതലിന്റെ കുഞ്ഞാണെന്ന് ആരും പറഞ്ഞില്ലെങ്കിൽ പോലും അതിന്റെ കരച്ചിൽ കേട്ടോണ്ട് തോന്നിയതല്ല കേട്ടോ. അതിന്റെ കരച്ചിലിനകത്ത് എന്നാ പ്രത്യേകത ഇരിക്കാനാ. പക്ഷെ അതിനെ കണ്ടപ്പോഴേ മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മളെ കാണുമ്പോഴേ നമ്മൾ ആരാണെന്ന് മറ്റുള്ളവർ ചോദിച്ചറിയാതെ തിരിച്ചറിയാൻ കഴിയാൻ എത്ര അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷേ ഹല്ലേലൂയ നമ്മുടേതായ ഡ്രസ് കോഡ് കൊണ്ട് അത് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ആയിരുന്നതായ ഒരു ദേശത്ത് നമ്മുടെ CPM വിഭാഗത്തിലുള്ളതായ പ്രിയപ്പെട്ടവർ ദൈവമക്കൾ ധരിക്കുന്നത് പോലെ, പ്രത്യേകിച്ച് അവരുടെ സഹോദരിമാർ ധരിക്കുന്നത് പോലെ ഇത്രയും വരെ എത്തുന്നതായ ചട്ട അല്ലെങ്കിൽ ബ്ലൗസിന്റെ കൈയൊക്കെ നീക്കി അല്ലെങ്കിൽ വളരെ നന്നായിട്ട് വെള്ള ഡ്രസ്സ് ധരിച്ചു പോകുന്ന ആളുകൾ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഞാൻ വിചാരിച്ചു അവിടെ CPMന്റെ ഒരു വലിയ ചർച്ച ഉണ്ട്, അവിടുത്തെ ആളുകളായിരിക്കും. പക്ഷെ എനിക്ക് അത് ധാരണ തിരുത്തേണ്ടി വന്നു. കാരണം അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ നീളത്തിൽ ഇങ്ങനൊരു സംഗതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ ഒരു പുതിയ വിഭാഗത്തിന്റെ അംഗങ്ങളെല്ലാം ആ ഡ്രസ് കോഡുള്ളവരാ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഡ്രസ്സ് കണ്ടുകൊണ്ട് അവര് ദൈവമക്കളാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഡ്രസ്സിലും അതിന്റെ കാര്യമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ കാണുമ്പോൾ ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകണം നമ്മൾ ആരാണെന്ന്. നമ്മുടെ അകത്തുള്ളത് എന്താണെന്ന് അവരറിയണം. നമ്മുടെ അകത്തുള്ള ദൈവ സാന്നിധ്യം എന്താണെന്ന്, നമ്മുടെ അകത്തുള്ളവൻ ആരാണെന്ന്, നാം സേവിക്കുന്നവരാരാണെന്ന്, നാം ആരുടെ വകയാണെന്ന്, ആരാ നമ്മെ നടത്തുന്നതെന്ന്, ആരോടാ നമുക്ക് കാര്യമുള്ളതെന്നും ഒക്കെ ഒരാൾ നമ്മളോട് സമീപിക്കുമ്പോൾ, ഒരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ, ഒരാൾ നമ്മളോട് ഇടപെടുമ്പോൾ ഒക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം. വാക്കുകൾക്ക് വേഗത്തിൽ അവസാനം കുറിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഞങ്ങളുടെ ഇടയിലുള്ള ഈ ദുഷ്ടജന്തു, വായിച്ച കുറിവാക്യത്തിലേക്ക് വരാം. ഞങ്ങളുടെ ഇടയിലുള്ള ദുഷ്ടജന്തുവിനെ കർത്താവെ നീ ശാസിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ അപായം വരുത്തുവാൻ, അപകടപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യം ഞാൻ പറഞ്ഞല്ലോ, അവൻ ചതഞ്ഞ ഓട. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ചതഞ്ഞ ഓടയ്ക്ക് തുല്യമാണ് എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ലോകമനുഷ്യരുടെ മുമ്പിൽ ഒരു ചതയപ്പെട്ട അനുഭവമാണ് നമുക്കുള്ളത്. ലോകമനുഷ്യരുടെ മുമ്പിൽ ഹല്ലേലൂയ പലപ്പോഴും പ്രാഗൽഭ്യത്തോടെ
അല്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ പെരുമാറുന്നത് പോലെ ഒന്നും പെരുമാറാൻ കഴിയാതെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിന്ദകളും പ്രയാസങ്ങളും പീഡകളും അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ദൈവമക്കളാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം അവർക്ക് മറ്റുള്ളവരെ പോലെ എല്ലാ നിലയിലും ഹല്ലേലൂയ പ്രതികരിക്കാനായിട്ട് അവർക്ക് വ്യവസ്ഥയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളും മറ്റുള്ളവരുടെ നിന്ദകളും മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളും ഒക്കെ അനുഭവിച്ചു വേണ്ടി വന്നെന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വന്നാൽ ഒറ്റയ്ക്ക് ഒരു ദേശത്ത് പാർക്കേണ്ടി വരുമ്പോൾ ആ നിലയിലുള്ളതായ നിന്ദകൾ അവരനുഭവിക്കുന്നത് ഒരുപാട്. ദൈവത്തിന് സ്തോത്രം. ആദ്യമായി നമ്മളത് ഒരു ദേശത്ത് ചെന്ന് ഒരു വീട് വാങ്ങിച്ചോ ഒരു വീട് വാടകയ്ക്കെടുത്തോ താമസിച്ചു 1-2 ആഴ്ചകൾക്കുള്ളിൽ ഒരു പ്രാർത്ഥന അവിടെ നമ്മൾ ക്രമീകരിച്ചു. ആ ദേശത്തെങ്ങും ഒരു പെന്തക്കോസ്തുകാരൻ ഒരു ദൈവ പൈതലില്ല. എന്നാൽ ഒരു ആദ്യമായി ഒരു പ്രാർത്ഥന വെച്ച് അവിടെ പതിവില്ലാത്തൊരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ചുറ്റുപാടുകൾ അന്വേഷിച്ചു, എന്താ ഈ ശബ്ദം? അവർ ചോദിച്ചു മനസ്സിലാക്കി വന്നപ്പോൾ അവിടെ ഒരു കൂട്ടർ താമസിക്കാൻ വന്നു. അവർ പ്രാർത്ഥനക്കാരാണ്. അല്ലെ ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ പ്രതികൂലങ്ങൾ ചിലപ്പോൾ ഉയർന്നിരിക്കുക. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല, ഇങ്ങനെ ഒരു ശബ്ദം ഇവിടെ ഉണ്ടാകത്തില്ല. ഈ അടുത്തൊരു ദിവസം ഞാൻ നമ്മുടെ ഒരു ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ടവരോട് പറയാനിടയായി, രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയും ഒരു അല്പം പോലും റെസ്റ്റ് ഇല്ലാതെ മൈക്കിൽ കൂടെ ഇങ്ങുള്ളതായ അല്ലെ കീർത്തനങ്ങൾ ഇങ്ങനെ നടക്കുകയാ. ഹല്ലേലൂയ. അത് ഒരിടത്തും ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഒരു ദൈവ പൈതൽ എന്റെ ഭവനത്തിൽ ആകെയുള്ള 1.5 മണിക്കൂറുകളിൽ സൗണ്ട് എടുത്ത് പാട്ട് പാടുന്നത് 1/2 മണിക്കൂറേ ഉള്ളൂ. ബാക്കി സമയം നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ദൈവവചന പ്രസംഗം കേൾക്കുക. ശബ്ദം പുറത്ത് കേൾക്കത്തക്ക നിലയിലുള്ള പ്രാർത്ഥനയുടെ ആ സമയമെന്ന് പറയുന്നത് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറേ ഉള്ളൂ. എന്നാൽ ഈ 1 മണിക്കൂറും പലർക്കും എന്താ അരോചകത്വമാണ്. ഇതിവിടെ പറ്റത്തില്ല, ഇതിവിടെ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ വാങ്ങിച്ചതായ വസ്തുവോ അല്ലെങ്കിൽ കരാറെഴുതി വാങ്ങിച്ചതായ അല്ലെ വാടക വീടോ ആണെങ്കിൽ നമ്മൾ വേദനിക്കാൻ തുടങ്ങി. കർത്താവേ, സ്വാതന്ത്ര്യമായി ദൈവത്തെ വിളിക്കാൻ പോലും കഴിയുകയില്ലല്ലോ. ചിലപ്പോൾ നാം അതിനെ അതിജീവിച്ച് ഒരു പ്രാർത്ഥനയോടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രതികൂലങ്ങൾ ആരംഭിക്കും, പ്രതിസന്ധികൾ ഉണ്ടാകും. നാളെ നമ്മൾ ആ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ മറ്റുള്ളവർ നമ്മെ ആക്ഷേപിച്ചെന്നിരിക്കുക, മറ്റുള്ളവർ നമ്മെ നിന്ദിച്ചെന്നിരിക്കുക, മറ്റുള്ളവർ വേണ്ടാധീനം പറഞ്ഞെന്നിരിക്കുക. പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രംഗം കൂടുതൽ വഷളായെന്നിരിക്കും. എന്നാൽ മൗനമായി പോയാൽ കുറച്ചു നേരം അവർ പരിഹസിച്ചു കഴിഞ്ഞ് അവിടെ അവസാനിക്കും. അപ്പോഴും നമ്മുടെ മനസ്സിലെ ചിന്ത, കർത്താവേ, നിന്നെ വിളിക്കാൻ ഇറങ്ങി തിരിച്ചത് കൊണ്ട്, ഞാൻ എന്റെ ദൈവത്തെ വിളിച്ചത് കൊണ്ടാണല്ലോ ഇതൊക്കെ കേൾക്കേണ്ടി വന്നത്. ഞാൻ പറഞ്ഞതിന്റെ ആശയം, ഈ ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലേ, ഒരുപാട് നിന്ദകളും ഒരുപാട് വേദനകളും ഒരുപാട് ഭാരങ്ങളും ഒരുപാട് കഷ്ടതകളും ഒക്കെ നിന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ജീവിതകാലം മുഴുവനും കഷ്ടതയാണെന്ന് ഞാൻ പറഞ്ഞില്ല, ജീവിതകാലം മുഴുവനും വേദനയാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്ന ആയുസിന്റെ 1% അല്ലെങ്കിൽ നല്ലപോലെ വേദനയും യാതനയും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒരുപക്ഷെ ഒരു പുരുഷായുസ് മുഴുവനും വേദനയാണെന്ന് തോന്നിപ്പോകത്തക്ക നിലയിൽ ഒരു ചുരുങ്ങിയ കാലയളവിലെ വേദനയുടെ ആധിക്യവും ഭാരവും വളരെ സങ്കീർണമായെന്നിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എല്ലാ നിലയിലും ഒരു ചതഞ്ഞ ഓടയ്ക്ക് തുല്യമായുള്ള ഒരു ജീവിതമാണ് നമ്മൾ ഈ ഭൂമിയിൽ നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ചതഞ്ഞ ഓടയായിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അതിനെ ഏത് വിധേനയും തകർക്കുവാൻ, ഏത് വിധേനയും ഇല്ലാതെയാക്കുവാൻ, ആ നീർമരുവിന്റെ ചുവട്ടിലും ഞാങ്ങനെ ഇവിടെ മറവിലും ചതുപ്പിന്റെതായ പ്രദേശത്തും അല്ലെ പമ്മിക്കിടക്കുന്ന പതുങ്ങിക്കിടക്കുന്ന ഈ നദീഹയം ഹല്ലേലൂയ, അത് നമുക്കൊരു പക്ഷെ ദോഷം ചെയ്തെന്നിരിക്കാം. അതിന്റെ ഒരു അലർച്ച കൊണ്ട് കിലോമീറ്ററുകൾ വരെ അല്ല മൃഗങ്ങൾ ഓടിപ്പോകും. ദൈവത്തിന് സ്തോത്രം. കാരണം അത് ഒരിടത്തുണ്ടെന്നറിഞ്ഞാൽ അതിന്റെ ചുറ്റളവിൽ ഒന്നും ഒരു മൃഗം വരത്തില്ല. കാരണം ഏത് നിലയിലും അത് ഒരെണ്ണത്തെ കണ്ടാൽ നിമിഷ നേരം കൊണ്ട് അതിനെ അടിച്ചിടാനുള്ളതായ അല്ല കഴിവ് അതിനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടിച്ചൊരു മൃഗത്തിന്റെ നടുവൊടിക്കാൻ അതിനുള്ളതായ ശേഷി ഈ നദീഹയത്തിനുണ്ട്. അങ്ങനെയെങ്കിൽ അത്രമാത്രം ഘോരമായി പ്രവർത്തിക്കാനുള്ള കരുത്ത് അതിനുണ്ട്. ദൈവ പൈതലേ, ചതഞ്ഞ ഓടയായ നിനക്ക് കരുത്തില്ലെന്ന് ദൈവത്തിനറിയാം. പക്ഷെ ഇന്ന് പകൽ വായിച്ച വാക്യത്തിൽ ആ അർത്ഥം മനസ്സിലാക്കണം. നിനക്ക് കഴിവില്ലെങ്കിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ശത്രു പ്രബലനാണ്, നിന്റെ ശത്രു ശക്തനാണ്. അതിന്റെ മുമ്പിൽ നീയും ഞാനും ഒന്നുമില്ലെങ്കിലും ഈ പകൽക്കാലം വിശ്വസിക്കുക, നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുക. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അല്ലെ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തില്, ഞാൻ ദൈവസന്നിധിയിൽ കരയുന്ന വിഷയത്തില്, ദൈവത്തോട് ഈ ദിവസങ്ങളിലായി അല്ലെങ്കിൽ സ്വസ്ഥതയില്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവില് ഹല്ലേലൂയ എനിക്കെതിരെ അല്ലെ എഴുന്നേൽക്കാൻ സാധ്യതയുള്ള ഒരുപക്ഷെ ഞാൻ അറിയാതെ ഹല്ലേലൂയ എനിക്കെതിരായി പതുങ്ങിക്കിടക്കുന്ന ആ ദുഷ്ടജന്തുവിനെ ശാസിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്.
ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഹല്ലേലൂയ കർത്താവ് ശാസിച്ചതിനെ കുറിച്ചും യഹോവ ശാസിച്ചതിന്റെ പരിണിതഫലമായി ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിന്റെ ശാസനയാൽ നീർത്തോടുകൾ കാണായി വന്നു. എന്റെ കർത്താവ് ശാസിച്ചാൽ, എന്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് ചെങ്കടലിന്റെ ആഴം വരെ വറ്റിപ്പോകത്തക്ക തരത്തിലുള്ള ഒരു കരുത്ത് എന്റെ കർത്താവിനുള്ള. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമൈതലേ, ദൈവത്തിന് ദൈവത്തോളം ശക്തി ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ മക്കളെ ഞാനും നിങ്ങളുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ദൂരം ഞാൻ സംസാരിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു വലിയ ധൈര്യം ഉണ്ടാകണം, ഒരു വലിയ പ്രത്യാശ ഉണ്ടാകണം. ചതഞ്ഞ ഓടക്കോലായിരിക്കുന്ന എന്റെയും നിന്റെയും ജീവിതത്തിന് ഒരു എതിരാളി ഉള്ളത് നമ്മളെക്കാൾ 10 മടങ്ങ് ശക്തി ഉണ്ടെന്ന് അല്ലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നദീഹയം അതിന്റെ അപ്പുറത്ത് പതുങ്ങി കിടക്കുമ്പോ നമ്മെ സഹായിപ്പാൻ ഹല്ലേലൂയ യഹോവയുടെ ഉന്നതമായ ഒരു കരമുണ്ട്. ഒരിക്കൽ പഴയ നിയമത്തില് അല്ലെ ദൈവത്തോടൊരു ഭക്തൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലെ കർത്താവേ നീ എന്നെ സഹായിക്കണമേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ യഹോവയെ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുമ്പോ മറ്റൊരു ഭാഗത്ത് വേറൊരു പശ്ചാത്തലം ഇങ്ങനെ വായിക്കുന്നു, അവരോടുകൂടെ മാംസഭുജങ്ങളേ ഉള്ളൂ, നമ്മോടുകൂടെ കരുത്തനായ ഒരു ദൈവത്തിന്റെ സേനയുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, കർത്താവ് നമുക്ക് വേണ്ടി ചിലത് ചെയ്യാൻ വിശ്വസ്തന. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാ. ദൈവമൈതലേ ഹല്ലേലൂയ, നീ ആയിരിക്കുന്ന പശ്ചാത്തലത്തിലും ഒരുപക്ഷെ ജോലി എന്ന സ്ഥാനത്ത്, നീ ആയിരിക്കുന്ന പാർക്കുന്നതായ ദേശത്ത്, നീ ആയിരിക്കുന്നതായ പശ്ചാത്തലങ്ങളിൽ ഹല്ലേലൂയ നിനക്ക് എതിരായി നിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹല്ലേലൂയ നിന്നെ നോട്ടമിട്ടുകൊണ്ട്. പഴയ നിയമത്തിൽ കായിനോട് ദൈവം പറയുന്ന ആ ഒരു സംഭവം നമുക്കറിയാം. കായിനെ, പാപം നിന്റെ വാതിൽക്ക് കിടക്കുക, അതിന്റെ നോട്ടം, അതിന്റെ ആഗ്രഹം ഹല്ലേലൂയ അതിന്റെ പദ്ധതി നിന്നോടാ. നീ അതിനെ എന്ത് ചെയ്യണം? കീഴടക്കണം. പക്ഷേ ഒരു കാര്യം സത്യമാണ്, നിനക്കൊരു പക്ഷെ കീഴടക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. നിനക്കതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് പകൽ കീഴടക്കാൻ കഴിയുന്ന ഒരുവൻ ഇവിടെ ഉണ്ട്. കീഴടക്കാൻ കഴിയുന്ന ഒരുവൻ ഇവിടെയുണ്ട്. പലപ്പോഴും പലതിനോടും ഹല്ലേലൂയ പോരാടാൻ നിനക്ക് കഴിയത്തില്ല, പലതിനെയും വെല്ലുവിളിക്കാൻ നിനക്ക് കഴിയത്തില്ല, പലതിനെയും കീഴടക്കാൻ നിനക്ക് കഴിയത്തില്ല, പലതിനെയും ജയിക്കാൻ നിനക്ക് കഴിയത്തില്ല. അല്ലെ മാനുഷികമായ ബലം കൊണ്ടോ അല്ലെ തോൽപ്പിക്കാമെന്ന് ചിന്തിച്ചാൽ, ശ്രമിച്ചാൽ നാം തോറ്റുപോകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അല്ലെ എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എൻ്റെ മാതാപിതാക്കളുണ്ട്, അതിൻ്റെ കാര്യം ശ്രദ്ധിച്ചോളും, കുഴപ്പമില്ല. ദൈവമക്കൾ ഇവിടെ ശ്രദ്ധിച്ചാട്ടെ. നമുക്ക് ജയിക്കാൻ കഴിയത്തില്ലെങ്കിലും, നമുക്ക് തോൽപ്പിക്കാൻ കഴിയത്തില്ലെങ്കിലും, നീ യുദ്ധം ചെയ്താൽ നീ തോറ്റുപോയേ. പക്ഷേ ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനെ കീഴടക്കാൻ നിനക്ക് കഴിയത്തില്ലെങ്കിലും അതിനെ കീഴ്പ്പെടുത്തി തരാൻ ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴെ മെതിച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ അറിയാം, മെതിക്കാൻ നിനക്ക് പറ്റത്തില്ല, അതിനെ ചവിട്ടാൻ നിനക്ക് പറ്റത്തില്ല, പക്ഷേ കർത്താവ് നിനക്ക് വേണ്ടി അത് ചെയ്തു തരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിക്കാം. അല്ലെ ഈ തിരുവെഴുത്തിനാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവസ്ഥനിൽ നാം ഒരുമിച്ച് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. ഞങ്ങളുടെ ഇടയിലുള്ളതായ മറഞ്ഞിരിക്കുന്ന, ഒളിഞ്ഞിരിക്കുന്നതായ ആ ദുഷ്ടജന്തു നിനക്ക് ദോഷം വരുത്താതിരിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുമോ? ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നു. ഈ ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ തന്ന ഒരു വലിയ ദൈവത്തിന്റെ ആലോചനയാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. നിനക്കെതിരെ പതിയിരിക്കുന്ന, നിനക്കെതിരെ ഹല്ലേലൂയ അത് ഒതുങ്ങിക്കിടക്കുന്ന ആ ദുഷ്ടജന്തു ഇന്നൊരു പക്ഷേ സാരമില്ലെന്ന് തോന്നും, ഇന്ന് പക്ഷേ ദോഷമില്ലെന്ന് തോന്നും. നാളെ നിനക്കെതിരെ അത് ഉയരാതിരിക്കുവാൻ, നാളെ നിനക്കെതിരെ ദോഷം ചെയ്യാതിരിക്കാൻ ദൈവം ചിലത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. അല്ല വിശ്വസിക്കുന്ന ദൈവമക്കളെ, നമുക്ക് കണ്ണടച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസ്ഥനിൽ അടയട്ടെ, എല്ലാ തലകളും ദൈവസന്നിധിയിൽ വണങ്ങട്ടെ. ഹല്ലേലൂയ. നിനക്ക് അല്പമേ ശക്തിയുള്ള ദൈവത്തിനറിയാം, അല്പമേ ശക്തിയുള്ള ദൈവത്തിനറിയാം. നിനക്ക് ബലം പലപ്പോഴും കുറവാണെന്ന് ദൈവത്തിനറിയാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാ. ദൈവം നിന്നെ താങ്ങുമ്പോൾ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 42-ാം അധ്യായത്തിൽ പറയുന്നു, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസന്, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ദൈവത്തിന് സ്തോത്രം. അവനെയാണ് കർത്താവ് താങ്ങുന്നത്, അവനെയാണ് ദൈവം, അവനിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ചതഞ്ഞ ഓടക്കോലായിരിക്കുന്ന, അല്ലെ ആ ചതഞ്ഞ ഓടയായിരിക്കുന്ന നിന്നെ അവൻ തള്ളിക്കളയുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, അവൻ നിന്നെ ഹല്ലേലൂയ അല്ലെ ഒഴിവാക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അല്ലെ നിനക്കെതിരെ പതിയിരിക്കുന്ന ചില അപകടങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്ന് നിന്റെ കണ്ണിനത് മറഞ്ഞിരിക്കുക, ഇന്ന് അല്ല നിന്റെ കണ്ണിനത് മറഞ്ഞിരിക്കുക, ഇന്ന് നിന്റെ കണ്ണിന്റെ മുമ്പിൽ അത് വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ ദൈവമൈതലേ,
ഈ ഞാങ്ങണയുടെ ഇടയിൽ ഒരു അപകടമുണ്ട്. ഈ ഞാങ്ങണയുടെ ഇടയിൽ ഒരു അപകടമുണ്ട്. നീ ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. നീ ആയിരിക്കുന്നതായ സാഹചര്യത്തിലോ നിന്നെ നോട്ടമിട്ട് ഹല്ലേലൂയ പതുങ്ങിക്കിടക്കുന്ന ഒരു ശത്രുവുണ്ട്. പക്ഷേ അതിനെ നീ ഭയപ്പെടേണ്ട, അതിനെ നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം എനിക്കില്ലല്ലോ, അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാകയില്ല എന്നൊരു ശുഭാപ്തി വിശ്വാസം നല്ലതാണ്. എങ്കിലും അത് ആത്മീക അഹങ്കാരമായി മാറരുത്. ദൈവസന്നിധിയിൽ വിശ്വസിക്കുക. വചനമാ പറയുന്നത്, അല്ലെ ഞാങ്ങണയുടെ ഇടയിലുള്ള ദുഷ്ടജന്തുവുണ്ട്. അത് ഹല്ലേലൂയ അതിന്റെ നോട്ടം മറ്റൊരാളെ അല്ല, അതിന്റെ നോട്ടം ഹല്ലേലൂയ ഈ ഞാങ്ങണയാണ്. ഈ ഞാങ്ങണയുടെ അടുത്ത് വരുന്നതായ വ്യക്തിയാണ്. ഈ ഞാങ്ങണയുടെ അടുക്കൽ വരുന്നതായ ഏതൊന്നിനെയും തന്റെ ആഹാരമാക്കുവാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്കൊരു കഴിവുമില്ല. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, കർത്താവേ എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു ശക്തിയുമില്ല. പക്ഷെ നിന്നെ നിർത്തുന്നത് ദൈവമാ, നിന്നെ നിർത്തുന്നത് കർത്താവ്, നിന്നെ പരിപാലിക്കുന്നത് കർത്താവ്. എത്രയോ പ്രാവശ്യം എതിരായി ആളുകൾ നിനക്കെതിരെ എഴുന്നേറ്റപ്പോ നീ പാർക്കുന്ന ദേശത്ത് നിന്ന്, നീ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് നിന്ന്, അല്ല നീ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന്, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിന്നെ പായിച്ചു കളയുവാൻ, ദേശം വിട്ട് ഓടത്തക്ക നിലയിൽ പ്രതികൂലങ്ങൾ ഇളക്കിവിട്ട് എത്രയോ തവണ ശത്രു എതിരായി പ്രവർത്തിച്ചു. അവിടെ എല്ലാം യഹോവ താങ്ങി, യഹോവ താങ്ങി. ഇന്ന് പകൽക്കാലം യഹോവയാ എന്നെ സൂക്ഷിച്ചതെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ വചനം പറയുന്നു, കർത്താവ് ചിലതിനെ ശാസിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ നാം ചിന്തിക്കും, ഹല്ലേലൂയ ഇന്നൊരു പ്രതികൂലമില്ലല്ലോ, പിന്നെ കർത്താവ് എനിക്ക് വേണ്ടി എന്തിനാ അതിനെ ശാസിക്കുന്നത്? അല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങളിൽ അത് നിനക്കെതിരെ തല ഉയർത്താതിരിക്കുവാൻ, യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരെ തല ഉയർത്താതിരിക്കുവാൻ, നിനക്കെതിരെ ദോഷം വരുത്താതിരിക്കുവാൻ, നിനക്കെതിരെ ഹാനി വരുത്താതിരിക്കുവാൻ, നിന്റെ ജീവിതത്തിന്, കുടുംബജീവിതത്തിന് ഹല്ലേലൂയ ദൈവം നിന്നെ ആക്കിയതായ ആ മേഖലയിൽ നീ ഉറപ്പോടും ധൈര്യത്തോടും നിൽക്കുന്നതിന് തടസ്സമായി അത് ഉയരാതിരിക്കുവാൻ ദൈവം ചിലതിനെ ശാസിക്കുക ഈ പകൽക്കാലം. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ചേർന്ന് സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥിക്കുവാൻ എത്ര പേര് ഒരുങ്ങുന്നുണ്ട്? കർത്താവെ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ശത്രു എത്രത്തോളം എന്റെ മേൽ ഉയർന്നിരിക്കുമെന്ന്, എത്രത്തോളം ഞാൻ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരുമെന്ന് നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി കർത്താവ് എഴുന്നേൽക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ആ ദൂതോടുകൂടിയാ. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുക. എന്തിനാ കർത്താവ് എഴുന്നേൽക്കുന്നത്? ചിലതിനെ ശാസിക്കാൻ വേണ്ടി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാല കർത്താവേ, എന്റെ കുടുംബത്തിൽ അതൊന്ന് വെളിപ്പെടുവാൻ, എന്റെ ദേശത്ത് അതൊന്ന് വെളിപ്പെടുവാൻ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാനത്ത്, ഞാൻ ആയിരിക്കുന്ന മേഖലയിൽ കർത്താവെ എതിരുകളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. നിലനിൽക്കുവാൻ കഴിയാതെ, സ്വസ്ഥമായി ദൈവത്തെ വിളിക്കാൻ കഴിയാതെ, സ്വസ്ഥമായ ഒരു ജീവിതം നയിപ്പാൻ കഴിയാതെ, എപ്പോഴും എന്നെ ഭയപ്പെടുന്ന ചില ചിന്തകളും ഭയപ്പെടുത്തുന്ന ചില അനുഭവങ്ങളും ചില സാഹചര്യങ്ങളുമുണ്ട്. ഞാൻ പലതിനെയും ഭയപ്പെടുന്നു. മാനുഷിക ഭയം എന്നെ വേട്ടയാടുന്നു. മാനുഷിക ഭയം എന്റേതായ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ദൈവ പൈതലേ, ആ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഒരു വിടുതൽ അയക്കുകയാ. ഈ വചനത്തിന്റെ മുമ്പിൽ ഇന്ന് പകൽ സമർപ്പിച്ച് ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമുക്ക് ഒരുമിച്ച് ആ വിടുതലൊന്ന് ഏറ്റെടുക്കാൻ ഇടയായി തീരട്ടെ. ആ ദുഷ്ടജന്തുവിനെ ഹല്ലേലൂയ ഇന്ന് പകൽ കർത്താവ് നിനക്ക് വേണ്ടി ശാസിക്കാൻ പോകുകയാ. കർത്താവ് എനിക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ ഹല്ലേലൂയ ചേർന്ന് അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. അല്ലെ കർത്താവെ, എനിക്ക് വേണ്ടി അത് ചെയ്യണമെന്ന്, നീ ചെയ്യുന്ന ബിസിനസ്സിന് അതിനെ കോമ്പീറ്റ് ചെയ്യുവാൻ, അതിനെ തകർത്ത് കളയുവാൻ, അല്ലെ നിന്നോട് ഹല്ലേലൂയ എതിരെ നിൽക്കുന്നവരായ ചില ശത്രുതകളുണ്ട്, ചില വ്യക്തികളുണ്ട്. ഹല്ലേലൂയ അത് ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് നിന്നോട് അടരാടുമ്പോ ഈ പകൽക്കാലം ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാണ്, നീ പ്രാർത്ഥിക്കുന്നു എങ്കിൽ, നീ വിശ്വസിക്കുന്നു എങ്കിൽ ചിലതിനെ കർത്താവ് ശാസിക്കാൻ പോകുക. തകർക്കുകയല്ല, ചിലതിനെ ശാസിക്കുകയാ. അതിനെ വഴി മാറ്റി വിടുന്നത് പോലെ, അതിനെ ദിശ മാറ്റി വിടുന്നത് പോലെ ദൈവം ചില അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി പകൽ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ ദൂതേറ്റെടുത്ത് സമർപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നിന്റെ ഭവനത്തില്, ഹല്ലേലൂയ നീ പാർക്കുന്ന ദേശത്ത്, ദൈനംദിന ജീവിതത്തില് നിന്നെ വെല്ലുവിളിക്കുന്ന ഒരു ഗോലിയാത്തുണ്ടെന്നിരിക്കുക, നിന്നെ വെല്ലുവിളിക്കുന്ന ഒരു അമാലിയേക്ക് ശക്തി ഉണ്ടെന്നിരിക്കുക. ഓ
റിഖമന ഷൈഡാര ധനാദിയാരബ ഓ രബശാന്തനാരികൾ ഖടയാദനാദിയാര യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. ആ മാനുഷിക ഭയം നിന്നെ വേട്ടയാടുമ്പോ, അല്ലെങ്കിൽ ഇന്നു പകൽക്കാലം നിന്നെ ഭയപ്പെടുത്തുന്നതായ ആ അവസ്ഥയുടെ മേൽ, ആ ഭയപ്പെടുത്തുന്ന ആ ദുഷ്ടജന്തു, അതൊരു പക്ഷേ രോഗമായിട്ടായിരിക്കാം, അത് കഷ്ടതയായിരിക്കാം, അത് ജീവിതത്തിൽ ഉയർന്നു വരുന്ന ഏതെങ്കിലും പ്രതികൂലമായിരിക്കാം. അത് നിനക്ക് ദോഷം വരുത്താതിരിക്കേണ്ടതിന് അതിന്മേ ജയം തരുന്നവൻ സ്വർഗത്തിലെ ദൈവം. അതിനുമേ ജയം തരുന്നത് സ്വർഗത്തിലെ ദൈവമാ. നിന്റെ മാനുഷിക കഴിവുകൊണ്ട് നിനക്കതിനോട് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല, നിനക്കതിനെ എതിർക്കാൻ കഴിയത്തില്ല, നിനക്കതിനെ നേരിടാൻ കഴിയത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം കർത്താവിന് ചെയ്യാൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാരാധിച്ചാട്ടെ, ആ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ ദൂത് എന്നോടാണെന്ന് ഉറപ്പുള്ളവർ. ഓ റിവാരവാരവ ശാന്തരവസിയാര, നീ അനുഗ്രഹിക്കപ്പെടുന്ന തടസ്സമായി, നീ വിടുതൽ പ്രാപിക്കുന്ന തടസ്സമായി, നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുന്ന തടസ്സമായി അതിനെതിരെ നിൽക്കുന്ന ഓ റിവാലവാരവ ശാന്തരഗജന റീവലവലവലവസിയാര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഞാങ്ങടയുടെ ഇടയിൽ ഹല്ലേലൂയ, അത് എന്റെ അവകാശമാണെന്ന് പറഞ്ഞ, അത് എന്റെ പ്രദേശമാണെന്ന് പറഞ്ഞ, ഈ ഞാങ്ങട എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ അതിനുമേൽ ആധിപത്യം ചെലുത്തുമ്പോൾ ഓ ഹല്ലേലൂയ, ഭാവി അനുഗ്രഹിക്കപ്പെടാതിരിക്കുവാൻ, അല്ലെങ്കിൽ ഭാവി അനുഗ്രഹിക്കപ്പെടാതിരിക്കുവാൻ, പുതിയ നന്മകൾ വെളിപ്പെടാതിരിക്കുവാൻ, പുതിയ അനുഗ്രഹങ്ങൾ വെളിപ്പെടാതിരിക്കുവാൻ, ഓ തടസ്സങ്ങൾ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ക്ഷീണിച്ച നിരാശപ്പെട്ടു പോകത്തക്ക നിലയിൽ വെല്ലുവിളിക്കുന്ന ദുഷ്ടപോരുകൾ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ നാം ഒരുമിച്ച് അതിനെ ശാസിക്കുകയാ. ആത്മാവിനാൽ നമ്മൾ ഒരുമിച്ച് അതിന് ജയം പ്രാപിക്കുകയാ. ശക്തിയോടെ ആ ദൂത് മുമ്പിൽ ഏറ്റെടുത്ത് ആരാധിച്ചാട്ടെ, ബലത്തോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ശത്രുവിന്റെ മേൽ കർത്താവ് ജയം തരുമെന്ന ഉറപ്പോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. Yes, Udaraba Shekanaya, Andala Rigadana Rabasia, Rigal Kadadana, oh Judalavasiada, oh hallelujah, hallelujah. Amen, 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 amen. Jayam, 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 Jayam. ദുരാമന രഗജല ഹത്തുരജന രീവ ശാന്തൽ പ്രഭന യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഹല്ലേലൂയ. ആ ദുഷ്ടജന്തുവിൻ്റെതായ കുടുംബത്തിന്റെ മേലുള്ള നോട്ട, ഞങ്ങളുടെ തലമുറയുടെ മേലുള്ള നോട്ട, ഹല്ലേലൂയ, സഭയുടെ മേലുള്ള നോട്ട, വ്യക്തികളുടെ മേലുള്ള നോട്ട, നന്മകളോടുള്ള നോട്ടം, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, വരുമാന മാർഗങ്ങളോടുള്ള നോട്ട, അവയുടെ മേലെല്ലാം ഞങ്ങൾ ജയം പ്രാപിക്കുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോഗ്യത്തെ ബലഹീനപ്പെടുത്തുവാൻ, ആരോഗ്യത്തെ കെടുത്തി കളയുവാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം, ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Udaravana Shakaraya Rimana Jasiaraga Dhiraravana Udaragas Udaravana Shakara Rivala Varavasiaraga Rivana Baba Shantana Rikamana Valavas. Hallelujah, hallelujah. Praise the Lord. Hallelujah, 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 hallelujah. സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. മനോഹരമായി ആരാധനയിൽ ഞങ്ങൾ സംബന്ധിക്കുമ്പോൾ ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം. ചതഞ്ഞ ഓടയായ ഹല്ലേലൂയ, പലപ്പോഴും ബലഹീനത മാത്രം പറയാനുള്ള ഹല്ലേലൂയ, കഴിവുകേടുകൾ അങ്ങയുടെ സന്നിധിയിൽ മാത്രം നിരത്തിവെക്കുവാനുള്ള ഞങ്ങളുടെ ജീവിതത്തിനെതിരായി ഞങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ പതുങ്ങിക്കിടക്കുന്ന ചില അനുഭവങ്ങൾ ഞങ്ങളെ നോട്ടം വെച്ച്, ഞങ്ങളെ ഉന്നം വെച്ച്, ഞങ്ങളെ തകർക്കുവാൻ പതുങ്ങിക്കിടക്കുന്ന അവസ്ഥകളെക്കുറിച്ച് ദൈവവചനത്തിൽ കൂടെ കേൾക്കാനിടയായി. പിതാവേ, അതിൻ്റെ മേൽ ജയമെടുക്കാൻ ഞാൻ കഴിയത്തില്ല. പലപ്പോഴും അത് ഞങ്ങളെ
തകർക്കുവാൻ എഴുന്നേറ്റ സമയങ്ങളുണ്ട്. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച സമയങ്ങളിലൊക്കെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നല്ലോ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചല്ലോ കർത്താവേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തികൾക്കെതിരായി, കുടുംബങ്ങൾക്കെതിരായി, അല്ല സഭയ്ക്കെതിരായി, ശുശ്രൂഷകൾക്കെതിരായി, ആത്മീയ അഭിവൃദ്ധിക്കും നന്മകൾക്കുമെതിരായി, ഞങ്ങളുടെ തലമുറയുടെ ഭാവിക്കെതിരായി അവരാഗ്രഹിച്ച മണ്ഡലത്തിൽ ദൈവം അവരെ കൊണ്ടെത്തിക്കുന്നതിന് തടസ്സമായി ഒക്കെ പോരാടി നിൽക്കുന്ന ആ അനുഭവങ്ങളുടെ മേൽ അവിടെ നിന്ന് പകൽ ജയം തരണമേ കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ ഹല്ലേലൂയ ആഴ്ചകളായി ദൈവസഭയായി ഞങ്ങൾ മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്ന ചില പേര് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും വ്യക്തികളുമുണ്ട് കർത്താവേ. ഈ ഇരിക്കുന്ന ജനമൊത്തൊരുമിച്ച് കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകലിൽ ഞങ്ങൾ പേര് പറഞ്ഞ വ്യക്തികളും പേര് പറഞ്ഞ വിഷയങ്ങളും അതിന്റെ അഭിവൃദ്ധിക്ക് തടസ്സമായി ഹല്ലേലൂയ പതുങ്ങിക്കിടക്കുന്നതായ ദുഷ്ടന്റെ ആ ജന്തുവിന്റെ ആ തന്ത്രങ്ങളും അതിൻ്റെതായ പ്രവർത്തനങ്ങളും ഹല്ലേലൂയ അതിനെതിരായി നിൽക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവേ, അതിനോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ലല്ലോ, അതിനോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് മാനുഷികമായി കഴിയുന്നില്ല. എന്നാൽ ഇന്ന് പകൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നല്ലോ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നല്ലോ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത് പ്രവർത്തിക്കുന്നല്ലോ, അവിടുന്ന് അത് ശാസിച്ച് അതിന്റെ മേൽ ജയം തന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥിച്ചതിന്റെ വിടുതൽ വരുന്ന ദിവസങ്ങൾ ഞങ്ങളുടെ കൺമുമ്പിൽ കാണുവാൻ സഹായിക്കണം. അതിനായി തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും എല്ലാ മാനവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് അർപ്പിക്കുന്നു. ഈ വചനത്തിന് മുമ്പിൽ താഴ്ത്തി സമർപ്പിച്ച, ഈ വചനം ഏറ്റെടുത്ത് സ്തോത്രം ചെയ്ത എല്ലാവർക്കായി സ്തോത്രം. കൃപയെ അവരുടെ മേലും പകരണമേ. മഹത്വം അവിടുന്ന് എടുക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കരവും ശബ്ദമുയർത്തി ദൈവത്തെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ഹല്ലേലൂയ. അനുദിനമെന്നെ പുലർത്തുന്ന ദൈവം അനവധി നന്മകൾ നൽകിടുന്നു. ആനന്ദമാം തിരു കൃപമതിയെ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. ആനന്ദമാം തിരു ജീവിതം നയിച്ചിടുവാൻ. അനുദിനമെന്നെ പുലർത്തുന്ന ദൈവം അനവധി നന്മകൾ നൽകിടുന്നു. ആനന്ദമാം കൃപമതിയെ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. ആനന്ദമാം കൃപമതിയെ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. അവനിലെ അനർത്ഥങ്ങളാ അലയുവാൻ അവനെന്നെ കൈവിടില്ല. അവനിലെ അനർത്ഥങ്ങളാ അലയുവാൻ അവനെന്നെ കൈവിടില്ല. ആകമേ താനരുവിയായുള്ളതിനാ ആകുലമെനിക്കിനി ആദിയില്ല. അനുദിനമെന്നെ പുലർത്തുന്ന ദൈവം നന്മകൾ നൽകിടുന്നു. ആനന്ദമാം തിരുകൃപമതിയെ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. ആനന്ദമാം തിരുകൃപമതിയെ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. അനുദിന